ഹലോ ഗൈസ്, ഞാൻ ഷീല സിമേറോണി. നമുക്കിന്ന് മാങ്ങ ഉണക്കി കൂടുതൽ കാലം എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം. എല്ലാവരും വരൂ. മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുക, ബെല്ലൈക്കണും കൂടി അടിക്കുക. എല്ലാവരും ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ആദ്യം ഇതിൻ്റെ ഫ്രണ്ടിലെ ചെത്തിക്കളയണം. ഇത് ചോന കളയണം, നന്നായിട്ട് ചോനയുള്ള മാങ്ങയാകുമ്പോൾ. എന്നിട്ട് ഇതിന് ഇതുപോലത്തെ ഇതുണ്ടല്ലോ, തൊലി ചെത്തുന്ന, അതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ കളയാം. ഇതാണ് കുറച്ചും കൂടി സ്പീഡ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് മാങ്ങ ഉണ്ടോ ഇങ്ങനെ ചെത്താം. കണ്ടോ, ഇതാണ് കുറേ കൂടി എളുപ്പം. ഇങ്ങനെ എല്ലാ മാങ്ങയുടെയും തൊലി നമുക്ക് ചെത്തിയെടുക്കാം. കണ്ടോ, കണ്ടോ, ഇതുപോലെ എല്ലാ മാങ്ങയും ചെത്തിയെടുക്കാം, തൊലി കളഞ്ഞെടുക്കാം. മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. കുറേ നാൾ വെക്കാനുള്ളതാണ്. വെള്ളം വലിഞ്ഞു പോകാനും ഇതിന് കുറച്ച് ടൈം എടുക്കും. അപ്പം അതിൽ പ്രാണികളൊക്കെ വന്നിരിക്കാതെ, മാങ്ങയിൽ ഇങ്ങനെ പ്രാണികൾ വരുമല്ലോ, അപ്പോൾ പ്രാണികൾ വന്നിരിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഇത് ഉപ്പും മഞ്ഞളും ഇടുന്നത്. മാങ്ങ കിട്ടാത്ത സമയത്ത് നമുക്കിതെടുത്ത് ചാറ് കറി, മീൻ കറി, എന്തിനു വേണമെങ്കിലും അച്ചാറുണ്ടാക്കാം, ഒക്കെ ചെയ്യും കേട്ടോ. കണ്ടോ, ഇത് 2 പാത്രങ്ങളിലായി നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം. പിന്നെ ഇനി കിട്ടുന്ന മാങ്ങകൾ ഇതിൻ്റെ കൂടെ ഇതേപോലെ ചെയ്ത് കൂട്ടി എടുക്കാം. കിട്ടുന്ന മാങ്ങകൾ കുറച്ച് ചെയ്താലും മതി, ഒന്നിച്ചിട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടല്ല. അപ്പം കിട്ടുന്ന മാങ്ങകൾ ഇതേപോലെ കുറച്ച് മഞ്ഞളും ഉപ്പും പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കി നമുക്ക് സൂക്ഷിക്കാം. കണ്ടോ, മാങ്ങ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാം. മാങ്ങ ഇല്ലാത്ത സീസൺ വരുമ്പോൾ ഇത് കുറച്ചെടുത്ത് നമുക്ക് മീൻ കറിക്കും തക്കാളിയുടെ ഒപ്പവും എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്കിത് ഇട്ട് കറി വെക്കാം. ഒന്ന് കുതിർന്നുമ്പോൾ ഇത് സാദാ മാങ്ങയുടെ ഇതുപോലെ വരും, പീസായിട്ട് വരും. അപ്പം നമുക്കിത് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.